2022 ഓണം ബമ്പർ അടിച്ച അനൂപിനെ നമ്മളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകാം. അന്നത് വലിയ വാർത്തയായിരുന്നു. അനൂപ് വീട്ടിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രതിസന്ധിയിലായിരുന്നു, വിവാദങ്ങളായി. പിന്നീട് കുറച്ചു കാലം അനൂപിനെ നമ്മൾ ആരും കണ്ടില്ല. ഇപ്പോൾ അനൂപും കുടുംബവും പുതിയൊരു സംരംഭവുമായി എത്തിയിരിക്കുകയാണ്, തിരുവനന്തപുരം കൈതമുക്ക് ജംഗ്ഷനിലെ ഹാപ്പി ഹോട്ടൽ. അപ്പോൾ അനൂപിൻ്റെയും ഹാപ്പി ഹോട്ടലിൻ്റെയും വിശേഷങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം. പുതിയൊരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്, എന്താണ് ഇപ്പോൾ ഒരു ഫീലിംഗ്? എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു ഹോട്ടൽ തുടങ്ങാമെന്ന് വെച്ചാൽ. അത് ഇത്രയും പെട്ടെന്ന് ഇനി തുടങ്ങാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടില്ല. ദൈവം അത്രത്തോളം എനിക്ക് അനുഗ്രഹിച്ച് തന്നുകൊണ്ട് എനിക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. ഇത് ഇനി ഞാൻ വിചാരിച്ചതുപോലെ എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കുക, അതായത് ക്വാളിറ്റിയിൽ ഒരു കുറവ് വരുത്താതെ നല്ല ഫുഡ്, ന്യായമായ വിലയ്ക്ക് നല്ല ഫുഡ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോട്ടറി അടിച്ചതിന് ശേഷം ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഇതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നോ ഇത്രയും കാലം? കുറച്ച് 2 വർഷം വരെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം സെറ്റിൽ. അതായത് 2 വർഷം വരെ ഞാൻ ഒന്നിലും ഇറങ്ങാത്ത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പെട്ടെന്ന് ഈ ഒരു എമൗണ്ട് കിട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം സേവ് ചെയ്ത് ഞാൻ അതിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഞാൻ വിചാരിച്ചില്ല. ഇത് രണ്ടാമത്തെ എൻ്റെ ഹോട്ടലാണ്. ഫസ്റ്റ് ഹോട്ടൽ എനിക്ക് വലിയ ചില മേജർ കാന്തല്ലൂർ ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഫസ്റ്റ് ഒരെണ്ണമുണ്ട്. 2 മാസമായിട്ടുണ്ട് അത് തുടങ്ങിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വന്നത്. ഇത് വൻ രീതിയിൽ ഞാൻ വിചാരിച്ച പോലെ നടക്കുമെങ്കിൽ ഇനിയും ഞാൻ മുന്നോട്ട് പോയതിനെ ചെയ്യും. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ എന്തായിരിക്കും? ഇവിടെ ബൊഫയാണ്. നമ്മൾ രാവിലെ 7:30 to 9:30 സ്റ്റാർട്ട് ചെയ്യണം. അൺലിമിറ്റഡ് ആണ്. വീക്ക്ലി വൺസ് ചിക്കനോ ബീഫോ എന്തെങ്കിലും ഒരു ഐറ്റം ആഡ് ചെയ്യും. പിന്നെ എഗ് കറി, 5-6 ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് മെനൂസ് അതെല്ലാം കാണും. ചായ കാണും, ജ്യൂസ് കാണും. എല്ലാം അൺലിമിറ്റഡ് ആണ്. 110 ഉള്ളൂ. ആർക്ക് വേണോ അഫോർഡ് ചെയ്യാൻ പറ്റും. നല്ല ഫുഡ് കഴിക്കുന്നവർക്ക് നല്ല ലാഭമായിരിക്കും. കുറഞ്ഞ വിലയ്ക്ക് വയറ് നിറച്ച് കഴിക്കാം ഫുഡ്. അതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. പിന്നെ ഊണ്, ബിരിയാണി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. രാത്രി ഷവർമ, ഷവായി, പിന്നെ നോർമൽ ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ അങ്ങനത്തെ ഐറ്റംസ്, പൊറോട്ട എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. ഈ ലോട്ടറി അടിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു 3 വർഷമായി. അതിന് ലോട്ടറി അടിച്ച സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു, പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്താണ് ഇപ്പോൾ ഒരു തോന്നുന്നത്? നമുക്ക് ആദ്യം അടിച്ച സമയത്ത് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ഫ്രണ്ട്സിൻ്റെ ഇടന്നായാലും ബന്ധുക്കളുടെ ഇടന്നായാലും പുറത്തു നിന്നാലും എല്ലാം ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു വർഷം അടുപ്പിച്ചെടുത്ത് അതൊന്ന് മാറി വരാം. പിന്നെ ഇപ്പോഴും പകുതി ആൾക്കാർ മിണ്ടുന്നില്ല. ആ ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ മുമ്പത്തെ അത്ര ഇല്ല. ഇപ്പം എല്ലാം കൊണ്ടും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച ഇന്ന് ഓർക്കുമ്പോൾ കുറച്ചും കൂടി രസമായിട്ട് തോന്നുന്ന അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അത് എനിക്ക് കൂടുതലുണ്ടായത് എൻ്റെ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആ ടൈമിൽ എനിക്കുണ്ടായിരുന്നു. അതായത് എനിക്ക് വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ പറ്റാത്തത് ഉണ്ടായിരുന്നു. കാരണം അവർ ചോദിക്കുന്ന ആ ഒരു എമൗണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റാതാവുകയും അവർ മോശമായി പെരുമാറ്റം അനുഭവിക്കും. ആ ഒരു സമയത്ത് ഞാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചായിരുന്നു. ഇപ്പം അതൊക്കെ മാറി, കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴും ആളുകൾ സഹായം ചോദിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ വീട്ടിൽ വരുന്നില്ല, ഫോൺ വഴിയാണ് കൂടുതൽ വരുന്നുണ്ട്. അത് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ലിമിറ്റുണ്ട്, അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ആളുകളൊക്കെ ഡീൽ ചെയ്യുന്നത്? എങ്ങനെയാണ് അത് ഓരോ ആൾക്കാരെയും വിളിച്ചിട്ട് ഓരോ രീതിയിലാണ് പറയുക. അതായത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടൊക്കെ ഗൂഗിൾ പേ വഴി പൈസ ഇട്ട് കൊടുക്കുക. അതായത് എന്നെ അറിയാവുന്നുള്ളവർ എൻ്റെ കൂട്ടുകാരെ പോലെയൊക്കെ വിളിച്ച് ചോദിക്കുന്നത്, എനിക്കറിയാത്ത ആൾക്കാരെ വിളിക്കുന്നത്. അപ്പം അങ്ങനത്തത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ എല്ലായിടത്തും പറഞ്ഞ് സംസാരിച്ച് ആരെയും പണക്കാതെ അങ്ങനെ പോകുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ? ഞങ്ങൾ ബന്ധുക്കൾ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഉദ്ഘാടനത്തിന് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാവരും സഹായിക്കുന്നുണ്ട്. എന്ത് ചോദിച്ചാലും എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഇപ്പം ഇതിൻ്റെ പുറകെ തന്നെയാണ്. രാവിലെ തൊട്ട് രാത്രി വരെയും നമ്മളെ കടയൊന്ന് ഉയർത്തിക്കൊണ്ട് പോകണം. അതാണ് നമ്മളിപ്പോൾ ആഗ്രഹം. ബമ്പറാണല്ലോ അടിച്ചത്. സാധാരണ റെയറായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം എങ്ങനെയാണ് മാറിയത്? ജീവിതം നമുക്കൊരു ഷോപ്പ് തുടങ്ങാൻ പറ്റും. നമ്മൾ ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന്. അതിപ്പം സാധിച്ചു. 2 എണ്ണം. ഒന്നൊരു ചെറിയ കടയാണ്, നമ്മൾ കാന്തല്ലൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വരുന്ന രുചിക്കട. ഇത് കൈതമുക്കിൽ ഹാപ്പി റെസ്റ്റോറൻറ്റ്. 2 തുടങ്ങാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ബാക്കി നമ്മൾ നോർമൽ ലൈഫ് തന്നെ. ഇപ്പോഴും എങ്ങനെയാണ് ലോട്ടറി എടുക്കാറുണ്ടോ? എങ്ങനെയാണ് ലോട്ടറി എടുക്കാറുണ്ട്. ഞാൻ എല്ലാ ബമ്പറും എടുക്കാറുണ്ട്. അത് മുമ്പത്തെ പോലെ എടുക്കാറില്ല. ഇപ്പോൾ 1-2 ടിക്കറ്റ് എടുക്കാറുണ്ട്. പിന്നെ ഏറ്റവും വലുതായിട്ട് എടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. കാരണം ഞാൻ ഹോട്ടൽ ഫീൽഡിലാണ് കൂടുതൽ നിന്നിട്ടുള്ളത്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അജ്മാനിൽ. അപ്പോൾ അപ്പോഴേ എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങണം, എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കണം. അതായത് പല സ്ഥലങ്ങളിലും ഭയങ്കര റേറ്റും കാര്യങ്ങളുണ്ട്. അപ്പം ഒരു മീഡിയം റേറ്റിൽ, അതായത് എനിക്കൊരു ബുദ്ധിമുട്ടില്ല, അവർക്കും ഇല്ലാത്ത രീതിയിൽ നല്ല ഫുഡ് എന്ന് വെച്ചാൽ ക്വാളിറ്റി ഒന്നും ഒരു ഇതില്ല. കാരണം രാവിലെ ബുഫേയിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ നിന്ന് പലവരും കഴിച്ചിട്ടുണ്ട്, നല്ല അഭിപ്രായമാണ്. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ മാത്രം എന്തെങ്കിലും ഇറച്ചി ഐറ്റങ്ങൾ മാറി വരും. ബാക്കി ഇതെല്ലാം സ്ഥിരമായിട്ട് കാണും, എല്ലാ ദിവസവും ഉണ്ട്. സാധാരണക്കാർക്കും പറ്റുന്ന രീതിയിൽ അങ്ങനെ ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാനാണോ? അതെ, എല്ലാവർക്കും. അതായത് ഒരാൾ വന്ന് കഴിച്ചിട്ട് അതൊരു ഫുഡ് മോശമായിട്ട് അവർ പോകാൻ പാടില്ല, പൈസ കൊടുത്ത് കഴിക്കുന്നില്ലേ. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് എപ്പോഴും കീപ്പ് ചെയ്ത് പോകണമെന്ന് വലിയ നിർബന്ധമുണ്ട്. പിന്നെ വൃത്തിയുടെ കാര്യത്തിലായാലും ഇത് രണ്ടുമാണ് മെയിനായിട്ട് നോക്കുന്നത്. ഇവിടെ
എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഓക്കെ ആയോ? തുടങ്ങിയോ കാര്യങ്ങളൊക്കെ? ഫുഡൊക്കെ ഡെലിവറി ചെയ്യാൻ തുടങ്ങിയോ? ഇത് ഇപ്പോൾ പെട്ടെന്നുള്ള ഇതായിരുന്നു, കാരണം ഞാൻ വിചാരിച്ച ഡേറ്റിലല്ല ഞാൻ ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇപ്പം കുറച്ച് ദിവസം കൂടെ കാണും. അത് കഴിയുമ്പോൾ മാറും, കാരണം 2 മാസമേ ഉള്ളൂ അവിടുത്തെ കട തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു ഇതേ ഉള്ളൂ, ഒരാഴ്ച കൊണ്ട് ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സും കറക്റ്റാവും. എന്തായാലും ഇനിയും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അനൂപിന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കട്ടെ. തുടങ്ങി വെച്ച സംരംഭങ്ങൾ വിജയകരമായി തന്നെ മുന്നോട്ട് പോകട്ടെ. ക്യാമറമാൻ വിശാഖ് അർക്കലിനൊപ്പം വിഷ്ണു PS, One India. Subscribe to One India and never miss an update.